നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച ഭരതനാട്യം ഗിന്നസ് ലോക റെക്കോർഡ് നേടി. നൃത്തശില്പം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കരൻ സംഗീതം നൽകി. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. 10,176 നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിനായിരുന്നു ഇതുവരെ റെക്കോർഡ്. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി, വിദ്യ ഉണ്ണി, ഋതു മന്ത്ര, പാരിസ് ലക്ഷ്മി തുടങ്ങിയവരും നൃത്തത്തിന്റെ ഭാഗമായി. കൈലാസത്തിൽ ഭഗവാൻ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന നൃത്തരൂപമാണ് മൃദംഗനാദമെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞു. വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും എന്നുള്ളതാണ് ഒരു റൂൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പൊ നൃത്തം അഭ്യസിക്കുന്ന നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം ഒരു 550ഓളം നൃത്ത ഗുരുക്കന്മാര് വഴിയാണ് ഇത് നർത്തകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ കോറിയോഗ്രാഫി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഈ 550 നൃത്ത ഗുരുക്കന്മാരാണ്. രജിസ്ട്രേഷൻ പോലും ഈ ഗുരുക്കന്മാരുടെ കീഴിലൂടെ മാത്രമേ നമ്മൾ സാധ്യമാക്കിയിരുന്നുള്ളൂ. ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻസ് എടുത്തിരുന്നില്ല. മൃദംഗനാഥം സൈറ്റിൽ ഓരോ അസൈൻഡ് ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവര് വഴിയാണ് രജിസ്ട്രേഷൻ നടന്നതും അവരുടെ കീഴിലാണ് ഇതെല്ലാം അവർ അഭ്യസിച്ചത്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. തിരുവാതിര വേൾഡ് റെക്കോർഡ് എറണാകുളത്ത് വെച്ച് നടന്നതിൽ പങ്കെടുത്തിട്ടുണ്ട്. കണ്ണൂർ മട്ടന്നൂരുള്ള കലാത്മിക പൗർണമി ടീച്ചറെ കൂടെയുള്ള 25 പേരാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മള് വിചാരിച്ചാൽ ഇതുപോലെ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇത് പങ്കെടുക്കുമ്പോൾ ഇതിന്റെ കൂടെ പങ്കെടുക്കാനുള്ള